എന്താടി ദീപമാമനെ കണ്ടിട്ട് നിനക്കൊരു മൈൻഡ് ഇല്ലാത്തത്? ഞാനൊരു പ്രോബ്ലത്തിൽ കുഴഞ്ഞിരിക്കുക. എന്ത് പ്രോബ്ലം? In a theater, seats are arranged in 20 rows. Each row contains 3 seats more than the numbers of the seats in the immediate front row. If there are 12 seats in the first row, find the total number of the seats in the theater. അപ്പോൾ മക്കളെ, നമ്മുടെ ദീപമാമൻ പറഞ്ഞ ചോദ്യം ഇതാണ്. ഇൻ എ തിയേറ്റർ സീറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ 20 റോസ്. ഇവിടെ ഒരു തിയേറ്റർ ഉണ്ട്, അവിടെ 20 റോ ആയിട്ടാണ് സീറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു തിയേറ്ററിൽ 20 റോ ആയിട്ട് സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഈച്ച് റോ കണ്ടെയ്ൻസ് 3 സീറ്റ്സ് മോർ ദാൻ ദ നമ്പർ ഓഫ് സീറ്റ്സ് ഇൻ ദ ഇമീഡിയറ്റ് ഫ്രണ്ട് റോ. എന്ന് പറഞ്ഞാൽ എടാ, തൊട്ട് മുമ്പിലുള്ള റോയേക്കാൾ, മുമ്പിലുള്ള വരിയേക്കാൾ 3 സീറ്റ് കൂടുതലാണ് ബാക്കിലത്തെ വരിയിൽ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തിയേറ്ററിൽ ചെന്നിരിക്കുമ്പോൾ ഫ്രണ്ടിലത്തെ സീറ്റ്, ഫ്രണ്ടിലെ റോ ഒരു വരിയിൽ കുറേ സീറ്റുകളുണ്ട്, അടുത്ത വരിയിൽ കുറച്ചുകൂടെ സീറ്റുകൾ, അടുത്ത വരിയിൽ അതിനെക്കാട്ടി സീറ്റുകൾ. അപ്പോൾ അവിടുത്തെ പ്രത്യേകത, ആദ്യത്തെ റോയെക്കാട്ടി 3 സീറ്റ് കൂടുതലാണ് അതിൻ്റെ പുറകിലത്തെ റോ. അതാണ് അവർ പറയുന്നത് 3 സീറ്റ്സ് മോർ ദാൻ ദ നമ്പർ ഓഫ് സീറ്റ്സ് ഇൻ ദ ഇമീഡിയറ്റ് ഫ്രണ്ട് റോ. തൊട്ട് മുമ്പിലത്തെ റോയേക്കാൾ 3 കൂടുതലാണ് അടുത്ത റോയിൽ. അങ്ങനെയാണെങ്കിൽ ഇഫ് ദർ ആർ 12 സീറ്റ്സ് ഇൻ ദ ഫസ്റ്റ് റോ ദെൻ ദ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് ഇൻ ദ തിയേറ്റർ. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ റോയിൽ 12 സീറ്റ് ഉണ്ടെങ്കിൽ, ആ തിയേറ്ററിൽ മൊത്തം എത്ര സീറ്റുകൾ ഉണ്ടെന്നാണ് ചോദ്യം. ഓക്കെ എടാ, ഇവിടെ ടോട്ടൽ എത്ര റോ ഉണ്ടെന്നാണ് പറഞ്ഞത്? ശ്രദ്ധിച്ച്, 20 റോ ഉണ്ട്. 20 റോ ഉണ്ട് നമുക്ക്. അതിൽ ഒന്നാമത്തെ റോയിൽ 12 സീറ്റ്, രണ്ടാമത്തെ റോ, അടുത്ത റോ ആകുമ്പോൾ 3 കൂടും, +3 ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും 3 കൂടുന്നു. അപ്പം എത്ര? ഇവിടെ 15 സീറ്റായി. അപ്പുറത്തോട്ട് അടുത്ത റോയിലേക്ക് പോകുമ്പോൾ പിന്നെയും 3 കൂടുന്നു. അപ്പോൾ എത്രയായി? 18 ആയില്ലടാ. അപ്പോൾ ഒന്നാമത്തെ വരിയിൽ ഫസ്റ്റ് റോയിൽ 12 സീറ്റ്, അടുത്ത റോയിൽ 15 സീറ്റ്, അടുത്ത റോയിൽ 18 സീറ്റ്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ട് ആലോചിച്ചുകൂടെ? സീക്വൻസിൻ്റെ പ്രോബ്ലം ആയിട്ട് ചെയ്യാം. 12, 15, 18 അങ്ങനത്തെ എത്ര വരി ഉണ്ടോ? 20 വരിയുണ്ട്. ഒന്നാം വരിയിൽ 12, രണ്ടാം വരിയിൽ 15, മൂന്നാം വരിയിൽ 18, അങ്ങനെ എത്ര വരിയുണ്ട്? 20 വരിയുണ്ട്. ഇങ്ങനെ പോയി ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, തേർഡ് ടേം, അങ്ങനെ പോയി 20ാമത്തെ ടേം 20 വരിയാണ് നമ്മൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആയിട്ട് നമ്പർ ഓഫ് വരികളായിട്ട് ആയിട്ട് 20 എന്ന് എടുക്കാം. ഇവിടുത്തെ ഫസ്റ്റ് ടേം ആയിട്ട് ആരെ എടുക്കാം? ഫസ്റ്റ് ടേം ആയിട്ട് നമുക്ക് 12നെ എടുക്കാം. ശേഷം കോമൺ ഡിഫറൻസ് ഡി ആയിട്ട് ആരെ എടുക്കാം? സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കുക. 15 നിന്ന് 12 പോയാൽ 3. അല്ലെങ്കിലും പറയുന്നുണ്ട് ഇവിടുത്തെ ഗ്യാപ്പ് 3 വീതം കൂടുവാണെന്ന്. ഓക്കെ, അപ്പോൾ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് പോലെ ആലോചിച്ചാൽ ഫസ്റ്റ് ടൈം 12, ഇവിടുത്തെ നമ്പർ ഓഫ് വരികൾ, എത്ര വരികളുണ്ട്? 20 വരി എന്നാണ് പറഞ്ഞത്. അപ്പോൾ 20 എന്ന് കൊടുത്ത് ഡിഫറൻസ് 3 നമുക്ക് സമ്മ് കാണാം. ആ 20 വരിയിലും കൂടെ എത്ര സീറ്റ് ഉണ്ടെന്ന് നോക്കാം. Sn is equal to n/2 into 2f plus n-1 into d. ഇത് വെച്ച് ചെയ്യാൻ പറ്റും. n എത്രയാണ്? 20 വരിയല്ലേ? 20/2. അപ്പം 20 സീറ്റുകൾ, 20 വരിയിലും കൂടെ എത്ര സീറ്റ് ഉണ്ട് എന്ന് കാണാൻ S20 ഈക്വൽ 20/2 ഇൻറ്റു 2 ഇൻറ്റു ഫസ്റ്റ് ടൈം എത്രയാടാ? 12 അല്ലേ? പ്ലസ് n-1. n ആരാ? 20 അല്ലേ? 20 - 1, 20 - 1 എത്ര വരും? 19. 19 ഇൻറ്റു ഡി ആരാടാ? 3 അല്ലേ? ഇതേ നോക്കുക, 20/2, 20ൻ്റെ പകുതി എത്രടാ? 10 അല്ലേ? ഇൻറ്റു 2 ഇൻറ്റു 12. 2 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ എത്ര വരുവാടാ? 24 വരും. പ്ലസ് 19 ഇൻറ്റു 3, 19ൻ്റെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര വരും? 57 എന്ന് വരത്തില്ലേ? 10 ഇൻറ്റു 57ഉം 24 കൂട്ടിയാൽ 50 20ഉം എത്ര ആവും? 70 ആവും. 7 4 11 ആവും. 70 11 81. അപ്പോൾ ആൻസർ എത്ര? 810. ടോട്ടൽ അവിടെ എത്ര സീറ്റുകളുണ്ട്? 810 സീറ്റുകളുണ്ട് ആ തിയേറ്ററിൽ. ഓക്കെ, ഇതാണ് നമ്മുടെ ദീപമാമൻ്റെ പ്രോബ്ലം. അപ്പോൾ ഇതുപോലത്തെ പ്രോബ്ലങ്ങളുമായി ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. അപ്പം ഇങ്ങനത്തുള്ള എൻ്റർടൈൻമെൻറ്റ് വീഡിയോ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ മാത്സ് വിത്ത് അപ്നാസ് എന്ന ചാനൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നമ്മുടെ കൂടെ കൂടുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഷെയറാണ് നമ്മുടെ മാക്സിമം സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുന്നത്. അപ്പം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.